സ്ലൊവേനിയയുടെ ഉൾനാടുകളിലൂടെയാണ് ഈ സഞ്ചാരം. അലേഷ് നൊവാക്കിന്റെ കാറിലാണ് യാത്ര. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വസിക്കുന്ന ഷ്മാരിയെ പ്രീ എൽഷെ കടന്നാണ് യാത്ര തുടരുന്നത്. ഇപ്പോൾ ഷ്രെൻവിറ്റ് പ്രീ ഗ്രോബെൽനം എന്നു പേരുള്ള ഒരു ചെറു പട്ടണത്തിലേക്ക് എത്തുന്നു. നേരത്തെ കണ്ട ഗ്രാമങ്ങളിൽ നിന്നും പറയത്തക്ക വ്യത്യാസമൊന്നുമില്ലാത്ത ഗ്രാമം. ജനസംഖ്യ നന്നേ കുറവാണ് ഇവിടെയെല്ലാം. മഴയില്ലാത്തതിനാൽ ചില്ല് താഴ്ത്തിവെച്ച് പുറത്തെ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് ഞാനിരുന്നു. അലേഷ് നൊവാക് ചെറുപ്പകാലം ചിലവഴിച്ചതും ഇപ്പോഴും നിരന്തര സമ്പർക്കമുള്ളതുമായ ഗ്രാമങ്ങളാണ് ഇതെല്ലാം. കർഷകർ പുല്ല് ശേഖരിക്കുന്ന കെട്ടിടങ്ങൾ ഇങ്ങനെ പലയിടത്തും കാണാം. വിശാലമായ പുൽമേടുകളിലെ ചെറു കുന്നിൻ ചെരുവിലെ കർഷക ഭവനങ്ങളും ദേവാലയവും കാൽപ്പനിക ഛായ പകരുന്ന കാഴ്ചകളാവുന്നു. മരവീടുകൾ, അതിൽ പലതിന്റെയും ചിമ്മിനിയിൽ നിന്നുയരുന്ന പുകയാണ് അവിടെ മനുഷ്യവാസമുണ്ടെന്ന് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സ്റ്റോറെ എന്നൊരു പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു വ്യാവസായിക പട്ടണമാണിത്. സ്റ്റോറെ സ്റ്റീൽ എന്ന വലിയൊരു ഉരുക്ക് ഫാക്ടറിയാണ് വ്യവസായശാലകളിൽ പ്രധാനം. സ്ലൊവേനിയയിലെ തന്നെ പ്രമുഖമായ ഉരുക്ക് നിർമ്മാണശാലയാണത്. വിപുലമായ പട്ടണമാണ് സ്റ്റോറെ. 4000-ഓളം ജനം വസിക്കുന്നുണ്ട് സ്റ്റോറെ പട്ടണത്തിൽ. ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള മലനിരകളിൽ കൽക്കരി നിക്ഷേപം കണ്ടെത്തിയ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്താണ് സ്റ്റോറെ ഒരു പട്ടണമായി വളർന്നു തുടങ്ങിയത്. കൽക്കരിയുടെ ലഭ്യത ധാരാളം ഉരുക്ക് വ്യവസായങ്ങൾ ഇവിടെ ആരംഭിക്കുന്നതിന് കാരണമായി. ചെറിയ സാംസ്കാരിക മേഖലയുടെ ഭാഗമാണ് ഇവിടമെല്ലാം. സ്റ്റോറെ വ്യാവസായികമായി വലിയ വളർച്ച പ്രാപിച്ച കാലത്ത് പഴയ യുഗോസ്ലാവിയയുടെ ഭാഗമായിരുന്ന നാടുകളിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമെല്ലാം ഇവിടേക്ക് ആളുകൾ കുടിയേറിയിരുന്നു. സ്ലൊവേനിയയിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ചെറിയ രാജ്യമാണെങ്കിലും ഇവിടെ ധാരാളം ഫാക്ടറികൾ ഉണ്ടെന്നതാണ്. മാർഷൽ ടിറ്റോയുടെ കാലത്ത് യുഗോസ്ലാവിയയിൽ നടപ്പാക്കിയ വ്യവസായവൽക്കരണത്തിന്റെ തുടർച്ച തന്നെയാണിത്. ഇപ്പോൾ കാർ സെലിയെ എന്ന വലിയ പട്ടണത്തിലേക്ക് എത്തുന്നു. സ്റ്റോറയോട് ചേർന്ന് കിടക്കുന്ന പട്ടണമാണ് സെലിയെ. സ്ലൊവേനിയയിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ പട്ടണമാണിത്. 22 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പട്ടണം. സ്ലൊവേനിയയിലെ പ്രമുഖമായ വിദ്യാഭ്യാസ, വാണിജ്യ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ഇത്. BC 15-ൽ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു സെലിയെ. അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടം ഒരു സാംസ്കാരിക വാണിജ്യ പ്രദേശമായിരുന്നു. പുരാതന ഗ്രീക്കിലെ ചില രേഖകളിൽ കെലിയെ എന്ന പേരിൽ ഈ പ്രദേശം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. റോമൻ കോളനിയായിരുന്ന കാലത്ത് ട്രോയിയ സെക്കുണ്ട അഥവാ 2ാം ട്രോയി എന്നാണ് സെലിയയെ വിശേഷിപ്പിച്ചിരുന്നത്. അത്രയ്ക്ക് സമ്പന്നമായിരുന്നു ഇവിടം. സെലിയയുടെ പുതിയ നഗരഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. പ്രാധാന്യമാർന്ന ഡൗൺ ടൗണിൽ ഒന്ന് കയറി യാത്ര തുടരാമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. കാർ നിർത്തിയിടാവുന്ന ഒരിടം കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് അലേഷിന്റെ ശ്രമം. ക്ലാസിക് ഭാവമുള്ള മന്ദിരങ്ങൾ പാതയുടെ ഇരുഭാഗത്തും നിരന്നു നിൽക്കുന്നു. ഇടതുഭാഗത്ത് കാണുന്നത് ചില മ്യൂസിയങ്ങളാണ്. ഇപ്പോൾ ഇടതുവശത്ത് കാണുന്നതാണ് ഇവിടുത്തെ സിറ്റി ഹാൾ, സെലിയയുടെ നഗരഭരണ കാര്യാലയം. ഇതാണ് സെലിയയുടെ പഴയ നഗരഭാഗം. അലേഷ് കാർ ഒരിടത്ത് ഒതുക്കി നിർത്തി. നേരെ മുന്നിലേക്ക് നീണ്ടുകിടക്കുന്നത് ഇവിടുത്തെ പ്രിസർനോവ സ്ട്രീറ്റാണ്. ഇതാണ് സെലിയെ പട്ടണത്തിലെ തന്നെ പ്രധാന തെരുവ്. ദീർഘവും സംഭവബഹുലവുമായ ഒരു ചരിത്രമുള്ള നഗരമാണിത്. കോൺസ്റ്റന്റൈൻ 1-ാമൻ ചക്രവർത്തിയെപ്പോലുള്ളവരുടെ എഴുന്നള്ളത്തുകളും കണ്ട പട്ടണം. സെലിയെ കീഴടക്കാനെത്തിയ തുർക്കികളെ നഗരവാസികളും സമീപ ഗ്രാമങ്ങളിലെ കർഷകരും ചേർന്ന് ചെറുത്തു തോൽപ്പിച്ചതും ചരിത്രം. ഇത് സെലിയയിലെ ടൗൺ ഹാളാണ്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മന്ദിരം അക്കാലത്ത് ഇവിടുത്തെ പ്രഭുകുടുംബത്തിന്റെ സ്വകാര്യ സ്വത്തായിരുന്നു. 1782-ൽ പോപ്പ് പയസ് 6-ാമൻ റോമിൽ നിന്നും വിയന്നയിലേക്കുള്ള യാത്രയ്ക്കിടെ ഒരു രാത്രി താമസിച്ചത് ഇപ്പോൾ ടൗൺ ഹാളായി മാറിയ പ്രഭുഭവനത്തിലായിരുന്നു. അക്കാലത്തെല്ലാം സെലിയെ പട്ടണത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണത്. സെലിയയുടെ സമ്പുഷ്ടമായ ചരിത്രം ഓർത്തുകൊണ്ട് തെരുവിലൂടെ ഞാൻ അങ്ങനെ നടക്കുകയാണ്. നേരം 5 മണിയായിട്ടുണ്ട്. അപ്പോഴേക്കും നേരം ഇരുണ്ടു തുടങ്ങി. കടകളിൽ വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ തെരുവിൽ ഇങ്ങനെ അപൂർവം ചിലരെ മാത്രമേ കാണുന്നുള്ളൂ.
മഞ്ഞുകാലത്ത് നിരത്തുകളിലെല്ലാം പൊതുവെ ആളുകൾ കുറവായിരിക്കും. ഇക്കാലത്ത് വലിയ തോതിലുള്ള ഷോപ്പിംഗ് ഇന്നാട്ടുകാർ നടത്തുകയുമില്ല. സന്ധ്യയായാൽ ചൂടാക്കിയ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതെന്നത് മറ്റൊരു കാര്യം. നമ്മുടെ പഞ്ഞക്കർക്കിടക ദിനങ്ങളിൽ എന്ന പോലെ ഇന്നാട്ടുകാർക്ക് വരുമാനം കുറയുന്ന ദിനങ്ങളാണ് മഞ്ഞുകാലത്തിൻ്റേത്. കല്ലുവിരിച്ച് സുന്ദരമാക്കിയ തെരുവുകൾ. ഇവിടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. മഞ്ഞുകാലത്തിന്റെ കൊടും ശൈത്യത്തിൽ ഇത്രയും ആളുകളൊക്കെ തെരുവിലുണ്ടെങ്കിൽ വേനലിന്റെ സായന്തനങ്ങളിലെ ഇവിടുത്തെ ആഘോഷം എത്രയായിരിക്കും. ഗ്ലാവ്നി സ്ട്രീറ്റ് എന്നാണ് ഈ തെരുവ് അറിയപ്പെടുന്നത്. ഞാൻ നടന്നു വന്നത് ഈ തെരുവിലൂടെയാണ്. രണ്ടാം ലോകമഹായുദ്ധ നാളുകളിൽ ഹിറ്റ്ലറുടെ വലങ്കയായ ഹെൻറിച്ച് ഹിംലർ തന്നെ സെലിയയിൽ എത്തിയിരുന്നു. നാസി ജർമ്മനിയുടെ കീഴിലായി കഴിഞ്ഞിരുന്ന ഇവിടെ അന്ന് ജർമ്മനിയുടെ വലിയൊരു സൈനിക ക്യാമ്പുമുണ്ടായിരുന്നു. എത്രയോ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തെരുവുകൾ. റോമൻ ചക്രവർത്തിയും പോപ്പുമാരും ആസ്ട്രിയൻ ഹംഗറിയൻ രാജാക്കന്മാരും ജർമ്മൻ ജനറൽമാരുമെല്ലാം കടന്നുപോയ വഴികൾ തന്നെയാണിത്. തെരുവിന്റെ അങ്ങേയറ്റത്ത് കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. കടകൾ പലതും തുറന്നിരിപ്പുണ്ട്. അതിലൊന്നും ആളുകളില്ലെന്ന് മാത്രം. ബാറുകളും റെസ്റ്റോറന്റുകളുമെല്ലാം ഉണ്ട് ഈ തെരുവിൽ. റെയിൽവേ സ്റ്റേഷനോടടുക്കുമ്പോൾ ഇങ്ങനെ ചില ശില്പങ്ങളാണ് കാഴ്ചയിലേക്കെത്തുന്നത്. ട്രെയിൻ ഇറങ്ങി സ്ട്രീറ്റിലൂടെ നടക്കുന്ന ആളെപ്പോലെ ഒരു ശില്പം. സ്ട്രീറ്റുകൾ പല ഭാഗത്തേക്ക് തിരിയുന്നു. എങ്ങും പ്രൗഢിയാർന്ന കെട്ടിടങ്ങൾ. ഇവിടെ ഇങ്ങനെയൊരു മന്ദിരമുണ്ട്. സെലിസ്കി ഡോം എന്ന് ഇതറിയപ്പെടുന്നു. ഒരു കമ്മ്യൂണിറ്റി സെന്ററാണ്. സെലിസ്കി ഡോമിന്റെ മുറ്റം വരെ പോയി ഞാൻ തിരികെ നടക്കുകയാണ്. ഇരുട്ടിന് കനം കൂടുന്നു. സെലിയയുടെ ഡൗൺ ടൗൺ പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാമെന്നാണ് അലീഷിനോട് പറഞ്ഞിരുന്നത്. തിരികെ നടക്കുമ്പോൾ പെട്ടെന്ന് തെരുവിലേക്ക് കുറേ ആളുകൾ വന്നു ചേർന്നിരിക്കുന്നു. കോളേജ് കുമാരിമാരാണെന്ന് തോന്നുന്ന ചിലർ ധൃതിയിൽ കടന്നു പോകുന്നുണ്ട്. നോക്കി നിൽക്കെയാണ് പട്ടണത്തിനുമേൽ ഇരുട്ട് വ്യാപിക്കുന്നത്. അലേഷ് നൊവാക്കിന്റെ കാറിൽ ചെന്ന് കയറി. അസഹ്യമായ തണുപ്പ്. -5 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനിലയെന്ന് കാറിലെ താപമാപിനി സൂചിപ്പിക്കുന്നു. മഞ്ഞുകാലത്ത് യൂറോപ്പിൽ ഇങ്ങനെയാണ്. സെലിയയിൽ നിന്നും കാർ മെയിൻ ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു. ഇനി ഗ്രാമങ്ങളിലൂടെ പോകേണ്ടതില്ല. ഇരുട്ടിൽ ഗ്രാമക്കാഴ്ചകളൊന്നും കാണാനുണ്ടാവില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഇനി ലുബ്ലിയാനയിലേക്ക് എത്തണം. അലേഷിന്റെ കാമുകി പട്ടണത്തിലുണ്ട്. ഇന്ന് വൈകുന്നേരം അവളോടൊപ്പം ചെലവഴിക്കാമെന്ന് അലേഷ് നേരത്തെ തന്നെ വാക്കു കൊടുത്തിട്ടുള്ളതാണത്രേ. ഇനിയൊരു 3/4 മണിക്കൂറിന്റെ യാത്രയുണ്ട് ലുബ്ലിയാനയിലേക്ക്. ഒടുവിൽ ലുബ്ലിയാനയിലെ സ്ലൊവൻസ്കി സ്ട്രീറ്റിൽ എന്നെ ഇറക്കിവിട്ടിട്ട് അലേഷ് ധൃതിയിൽ കാമുകിയുടെ അടുത്തേക്ക് പോയി. താമസിക്കുന്ന ഹോട്ടൽ സെന്റർ ലക്ഷ്യമാക്കി സ്ലൊവൻസ്കി സ്ട്രീറ്റിലൂടെ നടക്കുകയാണ് ഞാൻ. ഇവിടുത്തെ തണുപ്പിനെ പ്രതിരോധിക്കാൻ എൻ്റെ ജാക്കറ്റൊന്നും പോരെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. തണുപ്പുകാലത്ത് ഇവിടുത്തുകാർ ഒരു ജാക്കറ്റ് മാത്രമല്ല ധരിക്കുന്നത്. അതിനകത്ത് 2-3 ലെയർ വസ്ത്രങ്ങളുണ്ട്. സ്വെറ്ററും വൂളൻ വസ്ത്രങ്ങളുമായിരിക്കും അത്. ഞാനങ്ങനെ തണുത്തു വിറച്ച് ഹോട്ടൽ സെന്ററിനകത്തേക്ക് ചെന്ന് കയറി. ഇനി കുറേ ജോലിയുണ്ട്. ഇന്നത്തെ യാത്രയുടെ വിവരങ്ങളെല്ലാം എഴുതി വെക്കണം. നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ നടത്തണം. പിന്നെ നന്നായി ഒന്ന് വിശ്രമിക്കണം. റിസപ്ഷനിൽ ഇന്നലെ കണ്ട പെൺകുട്ടി തന്നെയാണുള്ളത്. അവൾ കുശലം പറഞ്ഞു. റിസപ്ഷന്റെ രൂപകൽപ്പന രസകരമാണ്. ഒരു ഭാഗത്ത് ഒരു ബാർ. പക്ഷേ ഇവിടെ അധികം ആളുകളെ കാണുന്നില്ല. 2 നില കയറി ഞാൻ എൻ്റെ മുറിയിലെത്തി. ഇന്നലത്തേതുപോലെ ഒരു കുപ്പി വെള്ളവും ഒരാപ്പിളും മേശപ്പുറത്തുണ്ട്. കിടക്ക വിരിച്ചിട്ടിരിക്കുന്നു. ഇന്നിനി വിശ്രമം. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അടുത്ത പ്രഭാതത്തിൽ ഹോട്ടലിന് പുറത്തിറങ്ങുമ്പോഴുള്ള കാഴ്ച ഇതാണ്. ഇന്ന് മഴയില്ലെങ്കിലും എങ്ങും മൂടൽ മഞ്ഞാണ്. ഇന്നലത്തേതിനേക്കാൾ തണുപ്പ്. കനത്ത കുപ്പായമണിഞ്ഞ് കൗമാരക്കാരികൾ സൈക്കിളിൽ കടന്നു പോകുന്നു. ഏതായാലും കാലാവസ്ഥയും ഞാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ
ഈ യാത്രയിൽ തുടരേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. മഞ്ഞുകാലത്താണല്ലോ ഇവിടെ വന്നിറങ്ങിയിരിക്കുന്നത്. മഞ്ഞിനെ നേരിടുക തന്നെ. ഇന്നും അലേഷാണ് എന്നെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നത്. കാർ പാർക്ക് ചെയ്യുന്ന ഇടം ഇന്നലെ തന്നെ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നിരുന്നു. രാവിലെ അവിടേക്ക് എത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സ്ലോവൻസ്കി സ്ട്രീറ്റിൽ നിന്നും ഇടത്തേക്കുള്ള തെരുവിലാണ് പാർക്കിംഗ് സ്ഥലം. കടുത്ത മൂടൽമഞ്ഞാണ്. മഴയാണെങ്കിൽ കുറച്ചകലെയുള്ള കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. മൂടൽമഞ്ഞാകട്ടെ കാഴ്ചയെ മറയ്ക്കും. ചില സമയത്ത് 10 മീറ്റർ അകലത്തിലുള്ള വസ്തുവോ ആളുകളെയോ പോലും കാണാൻ പറ്റിയില്ലെന്നും വരും. ചിത്രീകരണത്തിന് ഏറ്റവും ബുദ്ധിമുട്ട് മഴയുള്ളപ്പോഴല്ലെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ പറഞ്ഞിടത്തു തന്നെ കാർ കിടപ്പുണ്ട്. ഇത് വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഇടമാണ്. പക്ഷേ ഒരു പ്രശ്നം, വണ്ടിക്കുള്ളിൽ അലേഷില്ല. ഞാൻ അങ്ങനെ നോക്കി നിൽക്കെ ചെറുചിരിയോടെ ഇതാ ആൾ വരുന്നു. യാത്രയ്ക്കിടെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചില സാധനങ്ങൾ വാങ്ങാൻ പോയതായിരുന്നു അലേഷ്. അലേഷ് താമസിച്ചതിന് ഒരു ക്ഷമാപണമൊക്കെ നടത്തി. അത് കാര്യമാക്കേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഉള്ളാലെ ചിരിച്ചു. ഇവിടെ 1 മിനിറ്റ് താമസിച്ചതിനാണ് അലേഷ് ക്ഷമ പറയുന്നത്. ലുബ്ലിയാനയുടെ ഉണർന്നു തുടങ്ങുന്ന തെരുവിലൂടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇന്നും ദീർഘമായൊരു യാത്രയ്ക്കാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇന്നലത്തെ യാത്ര സ്ലൊവേനിയയുടെ കിഴക്കൻ ഭാഗത്തേക്കായിരുന്നെങ്കിൽ ഇന്ന് നേരെ പടിഞ്ഞാറോട്ടാണ് പോകുന്നത്. അഡ്രിയാറ്റിക് കടലിന്റെ തീരത്തുള്ള ചില പ്രധാന പട്ടണങ്ങൾ വരെ നീളുന്ന യാത്ര. അലേഷിന് അവിടങ്ങളിലേക്കുള്ള വഴിയെല്ലാം നല്ല നിശ്ചയമാണ്. പക്ഷേ എവിടെയൊക്കെ എപ്പോഴൊക്കെ നിർത്തണമെന്ന കാര്യം ഞാൻ തന്നെ നിർദ്ദേശിക്കണം. ദൈർഘ്യമേറിയ യാത്രയാണ്. അഡ്രിയാറ്റിക് തീരത്തെ പിറാൻ, കോപ്പർ തുടങ്ങിയ സുഖവാസ പട്ടണങ്ങളെല്ലാം ഇന്ന് കാണേണ്ടതുണ്ട്. പടിഞ്ഞാറോട്ട് പോകും തോറും മൂടൽമഞ്ഞിന്റെ തീവ്രത കൂടി വരുന്നു. ഇന്നത്തെ ഷൂട്ടിംഗ് തെല്ല് ദുഷ്കരമായിരിക്കുമെന്ന ചിന്തയോടെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് മുഴുവൻ ഞാൻ ക്യാമറയിൽ പകർത്തുന്നതെങ്കിൽ സഞ്ചാരത്തിന്റെ പ്രേക്ഷകർ ചാനൽ മാറ്റാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എന്റെ വിഷമം അറിഞ്ഞിട്ടെന്നവണ്ണം അലേഷ് ആശ്വസിപ്പിച്ചു. ലുബ്ലിയാനയിൽ ഇപ്പോൾ മൂടൽമഞ്ഞാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് മലയിറക്കം തുടങ്ങുമ്പോഴേക്കും തെളിഞ്ഞ അന്തരീക്ഷമാവും. സമുദ്രനിരപ്പിൽ നിന്നും 960 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ലുബ്ലിയാന. അവിടെ നിന്നും കടൽ തീരം വരെ ഇറങ്ങിച്ചെല്ലുന്നുണ്ട് ഇന്നത്തെ യാത്രയിൽ. 2 മണിക്കൂർ നീളുന്ന യാത്ര. 120 കിലോമീറ്ററാണ് ലുബ്ലിയാനയ്ക്കും കടൽത്തീര നഗരമായ പിറാനുമിടയിലെ ദൂരം. അതിൽ കാൽഭാഗം പിന്നിടുമ്പോൾ ഒരു ചുരം പാതയിലെത്തും. ഭാഗ്യമുണ്ടെങ്കിൽ ലുബ്ലിയാന പട്ടണത്തിന്റെ അതിർത്തി കടക്കുമ്പോഴേക്കും തന്നെ മൂടൽമഞ്ഞ് മാറുമെന്നാണ് അലേഷ് പറയുന്നത്. ഇപ്പോൾ കടന്നു പോകുന്നത് ബ്രിസോവിക്ക പ്രീ ലുബ്ലിയാനി എന്ന സ്ഥലത്തുകൂടിയാണ്. ലുബ്ലിയാനയുടെ പ്രാന്തത്തിലെ ഒരു സെറ്റിൽമെന്റാണിത്. ബ്രിസോവിക്ക എന്ന മുനിസിപ്പാലിറ്റിയുടെ ഭാഗം. 3000-ഓളം ആളുകൾ വസിക്കുന്നുണ്ട് ബ്രിസോവിക്ക പ്രീ ലുബ്ലിയാനിയിൽ. 17-ാം നൂറ്റാണ്ടിൽ തന്നെ ലുബ്ലിയാനയുടെ പ്രാന്തത്തിലെ ഒരു സെറ്റിൽമെന്റായി വികസിച്ച ഇടമാണിത്. അടുത്തതായി മറ്റൊരു മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രവേശിക്കുന്നു. ലോഗ് ഡ്രാഗോമർ എന്നാണ് ഈ സ്ഥലത്തിനു പേര്. സ്ലൊവേനിയയിലെ തന്നെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റികളിലൊന്നാണ് ലോഗ് ഡ്രാഗോമർ. 11 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ ആകെ വിസ്തൃതി. ജനസംഖ്യയാകട്ടെ 3500. 1444-ൽ ഡ്രാഗോമറിനെ കുറിച്ച് എഴുതപ്പെട്ട ഒരു ലിഖിതം ഗവേഷകർ കണ്ടെടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഡ്രാഗോമർ എന്നത് ഇവിടെ വസിച്ചിരുന്ന ഒരാളുടെ പേരാണെന്നും ആ പേര് സ്ഥലനാമമായി പരിണമിക്കുകയായിരുന്നു എന്നുമാണ് കണ്ടെത്തൽ. ഇന്ന് പ്രധാനമായും 2 കാഴ്ചകളിലേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പൊസ്തോയ്ന കേവ് എന്ന ഒരു ഗുഹാ സമുച്ചയമാണ് അതിലൊന്ന്. പ്രെഡിയാമ കാസിൽ എന്ന മധ്യകാല ദുർഗമാണ് മറ്റൊരു കാഴ്ച. കൂടാതെ ചെറുതും വലുതുമായ ഒട്ടേറെ ഗ്രാമങ്ങളും പട്ടണങ്ങളും കാണണം. ലോഗ് പ്രീ ബ്രസോവിച്ചി എന്നൊരു പ്രദേശമാണ് ഇത്. ലോഗ് ഡ്രാഗോമർ മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാന പട്ടണം. 4.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പട്ടണം. 1300 ഇവിടുത്തെ ജനസംഖ്യ. ലോഗ് പ്രീ ലുബ്ലിയാനി എന്നാണ് പണ്ടിവിടം അറിയപ്പെട്ടിരുന്നത്. 1953 സ്ഥലനാമത്തിലെ ലുബ്ലിയാനി എന്ന വാക്ക് മാറ്റി ബ്രസോവിച്ചി എന്നാക്കിയത്.
ഇപ്പോഴും മൂടൽമഞ്ഞിൽ മൂടി നിൽക്കുകയാണ് ഗ്രാമങ്ങളും പട്ടണങ്ങളുമെല്ലാം. ഇവിടെയെല്ലാം കൃഷിയിടങ്ങളും പുൽമേടുകളും മഞ്ഞിൽ മൂടിയങ്ങനെ നിൽക്കുകയാണ്. ഐസല്ല, ശരിക്കുമുള്ള മൂടൽമഞ്ഞ്. കൃഷിയിടങ്ങൾക്കപ്പുറം ഗ്രാമീണ വീടുകളും മലനിരയുമെല്ലാം ഉണ്ട്. അതൊന്നും കാണാനാവില്ലെന്ന് മാത്രം. ഇതാണ് ഡ്രാഗോമർ എന്ന പ്രദേശം. ലോഗ് ഡ്രാഗോമർ മുനിസിപ്പാലിറ്റിയുടെ പേരിന് ആധാരമായ സ്ഥലം. 19-ാം നൂറ്റാണ്ടിൽ നല്ലൊരു ജനവാസ മേഖലയായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ 1400 ആളുകൾ മാത്രമേ 3.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഡ്രാഗോമറിൽ വസിക്കുന്നുള്ളൂ. ഡ്രാഗോമർ കടക്കുന്നതോടെ വൃഹ്നിക്ക എന്നൊരു സ്ഥലത്തേക്ക് എത്തുകയായി. ഈ മേഖലയിലെ സാമാന്യം വലിയൊരു പട്ടണമാണ് വൃഹ്നിക്ക. പട്ടണത്തിന്റെ പ്രാന്തഭാഗത്തുകൂടിയാണ് ഈ ഹൈവേ കടന്നുപോകുന്നത്. വൃഹ്നിക്ക കഴിയുന്നതോടെ ഒരു ഇറക്കം തുടങ്ങുകയായി. മലയിറങ്ങുകയാണ്. വൃഹ്നിക്ക പിന്നിട്ട് മലയിറങ്ങുന്നതോടെ മൂടൽമഞ്ഞ് മാറുമെന്നാണ് അലേഷ് പറയുന്നത്. ഇന്നാട്ടിൽ ജനിച്ചു വളർന്നയാളുടെ അറിവാണ്. പക്ഷേ അലേഷ് നൊവാക്കിന്റെ കാലാവസ്ഥാ പ്രവചനത്തിൽ എനിക്ക് സംശയമുണ്ട്. അലേഷ് പറഞ്ഞതു തന്നെ സംഭവിച്ചു. മലയിറക്കത്തിനിടെ ചില വളവുകൾ കഴിയുമ്പോൾ തന്നെ മുന്നിലുള്ള മൂടൽമഞ്ഞിന്റെ കട്ടി കുറയുന്നു. പക്ഷേ കുറേ ദൂരെ അങ്ങ് താഴെ മൂടൽമഞ്ഞ് തന്നെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. പൂർണ്ണമായും തെളിയാതെ എനിക്ക് ചിത്രീകരിക്കാനാവില്ലല്ലോ. ക്ഷമയോടെ കാത്തിരുന്നു. അടുത്ത വളവ് തിരിഞ്ഞപ്പോൾ അലേഷിന്റെ പ്രവചനം തീർത്തും ഫലവത്തായി. മൂടൽമഞ്ഞ് മാറിയെന്ന് മാത്രമല്ല, നല്ല വെയിൽ പരക്കുകയും ചെയ്തിരിക്കുന്നു. ഒറ്റ വളവ് തിരിഞ്ഞതോടെയാണ് ഈ മാറ്റം. എത്രയോ വർഷങ്ങളായി അലേഷ് കാണുന്നതാണ് പ്രകൃതിയുടെ ഈ ഭാവപ്പകർച്ച. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ അത് പ്രവചിക്കാനുമാവുന്നു. മലഞ്ചെരുവിലെ വനപ്രദേശത്തുകൂടി കാർ മറ്റൊരു പട്ടണത്തിലേക്ക് അടുക്കുകയാണ്. ലൊഗാടെക് എന്ന പട്ടണം. ഒരു വ്യാവസായിക പ്രദേശമാണ് ലൊഗാടെക്. സ്ലൊവേനിയയിൽ തന്നെ അന്യരാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും അധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വ്യാവസായിക നഗരങ്ങളിലൊന്ന്. ഈ കുന്നിറങ്ങിയാൽ ലൊഗാടെക്കിന്റെ പ്രധാന ഭാഗത്തേക്കെത്താം. നഗരപ്രാന്തത്തിൽ വ്യാവസായിക കേന്ദ്രങ്ങൾ. റോമൻ കാലഘട്ടത്തിലെ പ്രശസ്തമായൊരു വാണിജ്യപാതയിലെ പ്രധാന ഇടത്താവളമായിരുന്നു ഇന്നത്തെ ലൊഗാടെക്. മലയിറങ്ങി ചെല്ലുമ്പോൾ രസകരമായൊരു കാഴ്ചയുണ്ട്. പുൽനാമ്പുകളുടെ എല്ലാം തുമ്പിൽ മഞ്ഞുകണങ്ങൾ തങ്ങി നിൽക്കുന്നു. വിശാലമായ പുൽമേടാകെ ശുഭ്രവർണ്ണമണിഞ്ഞങ്ങനെ കിടക്കുന്നു. മറ്റേതോ ഒരു ലോകത്തെത്തിയ പ്രതീതി. സൈബീരിയയിലൂടെ നടത്തിയ ട്രെയിൻ യാത്രയാണ് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ തെളിയുന്നത്. ഇന്നലെ സഞ്ചരിച്ച സ്ലൊവേനിയയല്ല ഇതെന്ന് തോന്നിപ്പോകുന്നു. ലൊഗാടെക്കിന്റെ നഗരഹൃദയത്തിലേക്കാണ് കാർ എത്തുന്നത്. ഈ മേഖലയിൽ പണ്ടുണ്ടായിരുന്ന 10 ഗ്രാമങ്ങൾ സംയോജിച്ചാണ് ഇന്നത്തെ ലൊഗാടെക് നഗരം രൂപപ്പെട്ടത്. സവിശേഷമായൊരു ചരിത്രമുള്ള ജനതയാണ് ലൊഗാടെക്കിലേത്. ട്രേഡ് റൂട്ടിലെ ഇടത്താവളം എന്ന നിലയിൽ ഇവിടം വർദ്ധിച്ചിരുന്ന കാലത്ത് ഇവിടുത്തെ പുരുഷന്മാരിൽ വലിയൊരു ശതമാനവും കുതിരവണ്ടിക്കാരായിരുന്നു. ഒറ്റക്കുതിരയോ ഇരട്ടക്കുതിരയോ വലിക്കുന്ന വണ്ടിയല്ല, 6 മുതൽ 12 വരെ കുതിരകളെ പൂട്ടിയ വലിയ വണ്ടികൾ. അത്തരം വണ്ടികളിൽ മലമുകളിലെ വിദൂര പട്ടണങ്ങളിൽ നിന്നും അഡ്രിയാറ്റിക്കിലെ തുറമുഖങ്ങൾ വരെ അവർ ചരക്ക് കൊണ്ടുപോയിരുന്നു. ടീംസ്റ്റേഴ്സ് എന്നാണ് അത്തരം വണ്ടിക്കാർ അറിയപ്പെട്ടിരുന്നത്. 10,000-ഓളം ജനം വസിക്കുന്നുണ്ട് ലൊഗാടെക്കിൽ. വലിയ ദുരന്തങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള പ്രദേശമാണിത്. 2-ാം ലോകമഹായുദ്ധകാലത്തും അതിനുശേഷവും ഭീകരമായ കൂട്ടക്കുരുതികൾ നടന്ന ഇടം. 3 വലിയ കൊലക്കളങ്ങൾ ലൊഗാടെക്കിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂറ്റൻ മാസ് ഗ്രേവുകൾ. അതിലൊന്ന് 1945 ജൂൺ മാസത്തിൽ സമീപത്തെ റൊവ്റ്റെ എന്ന ഗ്രാമത്തിൽ നിന്നും ജർമ്മൻ സൈന്യം പിടികൂടിയ സിവിലിയന്മാരെ കൊന്നുതള്ളിയ ഇടമാണ്. മറ്റൊരു കുഴിയിൽ നിന്നാകട്ടെ ജർമ്മൻ വംശജരുടെ ശരീരാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. ജർമ്മൻ സൈനിക മുദ്രകളും സ്വർണ്ണപ്പല്ലുകളും വരെ അതിലുണ്ടായിരുന്നു. ഏതു നാട്ടുകാരാണെന്ന് തിരിച്ചറിയാനാവാത്തവരുടെ വലിയൊരു കൂട്ടക്കുഴിമാടവും ലൊഗാടെക്കിൽ കണ്ടെത്തിയതിലുണ്ട്. പട്ടണത്തിന്റെ പ്രധാന ഭാഗം പിന്നിട്ടു. ഇനി അങ്ങോട്ട് യാത്ര ചെയ്യുന്നത് കൂടുതലായും മലനിരകളിലൂടെയാണ്.
കുറച്ചുകൂടി മുൻപോട്ട് പോയി വലത്തേക്ക് തിരിഞ്ഞ് പൊസ്തോയിന ഗുഹയിലേക്കാണ് ആദ്യം എത്തേണ്ടത്. അതിനുശേഷം പ്രെഡിയാമ കാസിലും സന്ദർശിക്കണം. കാലാവസ്ഥ തെളിഞ്ഞതോടെ എനിക്ക് ആവേശമായി. അലേഷും ഉത്സാഹത്തിലാണ്. പ്രമുഖമായ 5ഓളം ദേവാലയങ്ങളുള്ള പട്ടണമാണ് ലൊഗാറ്റക്. 10 ഗ്രാമങ്ങൾ ഒന്നിച്ച് ഒരു പട്ടണമാവുന്നതിന് മുൻപ് ഓരോ ഗ്രാമത്തിലും ഓരോ ദേവാലയങ്ങളെങ്കിലും ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ പട്ടണത്തിന്റെ ഭാഗമാണ്. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ കൂടുതൽ ആവേശമുണർത്തുന്ന കാഴ്ചകളിലേക്ക് അലേഷ് നൊവാക് കാർ ഓടിച്ചുകൊണ്ടിരുന്നു.